ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ B2 എക്സാം പാസ്സായത് അതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി 2 വട്ടം എഴുതിയിട്ട് ഞാൻ തോറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ വട്ടം എഴുതിയപ്പോഴാണ് എക്സാം പാസ്സായത്. അപ്പോൾ അതിപ്പോൾ അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല, പക്ഷേ എങ്കിലും ഞാൻ ആ എക്സാമിൻ്റെ ടൈമിൽ യൂസ് ചെയ്തിരുന്നു. അതായത് എൻ്റെ ഇവിടെ പഠിപ്പിക്കുന്ന ജർമ്മൻ ടീച്ചേഴ്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ, പിന്നെ ആപ്പ്, പിന്നെ ബുക്സ്, പിന്നെ എക്സാം പാസ്സാവാനായിട്ടുള്ള ടിപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ B2 ചെയ്തത് ബെറോസ്പ്രാഹെ കോഴ്സായിരുന്നു. അതായത് നമ്മുടെ പ്രൊഫഷണൽ ലാംഗ്വേജ് കോഴ്സാണ് ഞാൻ ചെയ്തത്. ജർമ്മനിയിലാണ് കോഴ്സ് ചെയ്തതും എക്സാം എഴുതിയതൊക്കെ. പിന്നെ നമ്മൾ ടെൽക്കായിരുന്നു എഴുതിയത്. ടെൽക്കിൻ്റെ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നമ്മൾ ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 4 മൊഡ്യൂൾ റിപ്പീറ്റ് ചെയ്യണം. ആ ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്കിവിടെ എഴുതിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഗോയിത്തെ എനിക്കറിയില്ല. ഗോയിത്തെ ആക്ച്വലി ഞാനൊരു കോഴ്സും എക്സാം ഇതും വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് കാരണം ഗോയിത്തിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാനിവിടെ എക്സാം പാസ്സാവാനായാലും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത കുറച്ച് യൂട്യൂബ് ചാനൽസ്, അതേപോലെ ആപ്പുകൾ, പിന്നെ ഒരു ബുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ, നിങ്ങൾക്കിപ്പോൾ ഗ്രാമർ നന്നായി പഠിക്കണം. ഗ്രാമർ പഠിക്കാനായാലും പിന്നെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന 2 യൂട്യൂബ് ചാനലാണ് ബെഞ്ചമിൻ ഡെർ ഡോയ്ച്ച് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതേപോലെ തന്നെ ലേൺ ജർമ്മൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് A1 തൊട്ട് B1 വരെ അല്ലെങ്കിൽ A2 വരെ സെൽഫായിട്ടിരുന്ന് പഠിക്കണം, അപ്പോൾ ഗ്രാമറൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ ജർമ്മനും പിന്നെ ഈ പറഞ്ഞ ബെഞ്ചമിൻ്റെ യൂട്യൂബ് ചാനലും നന്നായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ ഡെർ ഡോയ്ച്ച് ലെയർ നല്ല അടിപൊളി ചാനലാണ്. പിന്നെ നമുക്ക് ഹിയറിങ്, എനിക്കിവിടെ എക്സാം എഴുതിയതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, ഒരു ലെവലാണ് നമ്മുടെ ഹിയോറൻ. അതായത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ B2 B1 ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന ഇതും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ജർമ്മൻസിൻ്റെ ശരിക്കും ജർമ്മൻ കേൾക്കുമ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷനിലൊക്കെ ആക്ച്വലി നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമ്മളത് കേട്ട് നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു അതായത് ഇവർ സംസാരിക്കുന്ന ആ രീതി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ പറയുന്ന 2 ചാനലുകളാണ് നമ്മുടെ ഈസി ജർമ്മനും അതേപോലെ തന്നെ ഇവിടുത്തെ ന്യൂസ് ചാനലുണ്ട് ZDF ഹോയ്ത്തെ നാഹ്റിഷ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. അതേപോലെ WDR എന്ന് പറഞ്ഞിട്ടുള്ള നാഹ്റിഷ്റ്റ്, അതായത് നമ്മുടെ ന്യൂസ് ചാനലാണ് ഇത്. ഒരെണ്ണം ഈസി ജർമ്മൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ, അതിൽ അവർ പോഡ്കാസ്റ്റുകൾ ഇറക്കുന്നുണ്ട്. അതേപോലെ അത് ആക്ച്വലി നല്ലൊരു ചാനലാണ്. അവർ നല്ല സ്ലോ ആയിട്ട് ജർമ്മൻ പറയും. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറേ വാക്കുകൾ പഠിക്കാം. പിന്നെ എങ്ങനെയാണ് ഓരോ വൊക്കാബുലറി എങ്ങനെയാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ചാനലിൽ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും മനസ്സിലാവില്ല ഈ ന്യൂസ് ചാനൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മളത് എന്നും ഈ ഒരു ന്യൂസ് ചാനലിൽ ഇരുന്ന് കാണാണ്. ഏതെങ്കിലും ഒരു ന്യൂസ് കണ്ടാൽ മതി, അവർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒരു ന്യൂസ് ഒരു ദിവസം വെച്ച് കണ്ടാൽ മതി. നമുക്കപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്, പിന്നെ അവർ സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആക്ച്വലി ഹിയോറൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള നല്ല 2 ചാനലാണ് ഈ ന്യൂസ് ചാനലും പിന്നെ ഈസി ജർമ്മനും. അതേപോലെ തന്നെ വേറൊരു ചാനലാണ് DW നിക്കോസ് വെഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് ശരിക്കും അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിങ്ങനെ ഒരു അവരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ആക്ച്വലി ഒരു സിനിമയൊക്കെ പോലെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സീരീസ് പോലെയൊക്കെ നമുക്കിരുന്ന് കാണാവുന്നതാണ്. പിന്നെ ഞാൻ ചെയ്തിരുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ സിനിമകൾ കാണാം അല്ലെങ്കിൽ സീരീസ് ഇരുന്ന് കാണാം. അതായത് ഇപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ മിന്നൽ മുരളി സിനിമയുണ്ടല്ലോ, അത് നമുക്ക് ജർമ്മൻ സബ് ടൈറ്റിലിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനത് കണ്ടായിരുന്നു. അതേപോലെ ഡാർക്ക് സീരീസ് ഉണ്ടല്ലോ, ജർമ്മൻ സീരീസാണ് ഡാർക്ക്. അത് ആക്ച്വലി ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു സീരീസാണ്. നമുക്ക് ഉറക്കം വരും സത്യം പറഞ്ഞാൽ സീരീസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ഇല്ലെങ്കിലും എനിക്ക് ഉറക്കം വരാറുണ്ട്. പക്ഷെ അതിൽ അവർ ഭയങ്കര സ്ലോ ആയിട്ട് പറയുന്ന കാരണം നമുക്ക് അവർ പറയുന്ന ഡയലോഗൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ് ടൈറ്റിൽ ഇല്ലാണ്ടും കണ്ടു നോക്കാം, സബ് ടൈറ്റിൽ ഇട്ടിട്ടും കണ്ടു നോക്കാം. ഞാനങ്ങനെ 2-3 വട്ടം ആ സീരീസ് ഇരുന്ന് കണ്ടിട്ടുണ്ട്.
അതേപോലെ ഓൾ കിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് വെസ്റ്റേൺ ഫ്രണ്ട് അങ്ങനെ എന്തോ ഒരു സീരീസ് ഉണ്ട്. അതേപോലെ ഗോഡ്സില്ല, പിന്നെ ലീബസ്കിൻഡ്, അങ്ങനെ ഇപ്പോൾ ജർമ്മൻ സീരീസ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സീരീസോ ഒക്കെ എന്നും ഓരോ ദിവസം ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സീരീസോ സിനിമകളോ ഇരുന്ന് സബ് ടൈറ്റിൽ ഇല്ലാണ്ടോ ഉണ്ടായിട്ടോ ഇരുന്ന് ജർമ്മനിൽ കാണുന്നത് എന്തും കൊണ്ടും നല്ല ഉപകാരപ്രദമായിരിക്കും. പിന്നെ B2 ലെവലിൽ നമ്മൾ മെയിനായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് വൊക്കാബുലറി. നമ്മൾ കുറേ പുതിയ വേർഡ്സുകൾ പഠിക്കേണ്ട ആവശ്യം നമ്മൾ വരുന്നുണ്ട്. അത് B1 വെച്ച് നോക്കുമ്പോൾ B1നേക്കാളും കുറച്ചും കൂടി കടുകട്ടിയുള്ള വാക്കുകളാണ് നമ്മൾ B2 പഠിക്കേണ്ടത്. അപ്പോൾ വൊക്കാബുലറി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ലിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് B2 എക്സാമിൽ മെയിനായിട്ടും വരുന്നത് B2 എക്സാമിൻ്റെ ടൈമിൽ ഇപ്പോൾ 2 വട്ടം തോറ്റു എന്ന് പറഞ്ഞല്ലോ. 2 വട്ടം എനിക്ക് ഹ്യോറനും, ആദ്യത്തെ വട്ടം ഹ്യോറനും പിന്നെ ഏതാ പോയത്, നമ്മുടെ ഷ്രൈബനുമാണ് പോയത്. സ്പീക്കിങ് 3 വട്ടം ഞാൻ പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ വട്ടവും ഹ്യോറനും ഷ്രൈബനും ലേസനും പോയി. അത് 27 ഹ്യോറനിൽ എനിക്ക് 2 വട്ടം 27 മാർക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മൂന്നാമത്തെ വട്ടം എഴുതിയപ്പോൾ 42, 43 അത്രയും മാർക്ക് കിട്ടി. അത് അത്രയും വലിയ കാര്യമായിരിക്കില്ല, പക്ഷേ ഞാൻ ഹ്യോറൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ മൂന്നാമത്തെ എക്സാമിൽ ഈ ഒരു ന്യൂസ് ചാനലും ഇതൊക്കെ കേട്ട കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടിയും ഹ്യോറനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 27 നിന്ന് 42 ഞാൻ എത്തി. പിന്നെ ബാക്കിയുള്ളതിലും ഏകദേശം അങ്ങനത്തെ ഒരു മാർക്ക് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വട്ടം ഞാൻ ഈ എക്സാം എഴുതാൻ പോയപ്പോൾ എൻ്റെ സ്കൂളിലത്തെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന ബുക്കാണ്. ആ ബുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ നാട്ടിൽ കിട്ടുമെന്നുള്ളത്. ആക്ച്വലി അത് ആമസോണിൽ കിട്ടും, പിന്നെ ഇവിടുത്തെ ജർമ്മനിയിലുള്ള ബുക്ക് സ്റ്റോളുകളിൽ നിന്നും കിട്ടും. ആമസോണിൽ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുക്കാണ്. അതിന് ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ പേര് മിറ്റ് എർഫോൾഗുസും ദോയ്ച്ച് ബെറൂസ്പ്രാഹെ കോഴ്സ് അല്ലെങ്കിൽ B2 ബേസ് വൈ ടെൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനത് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ ആ ബുക്കിൽ എഴുതിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെയാണ് പാസ്സായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യോറനായാലും ലേസനായാലും ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്തായിരുന്നു. അതായത് ഹ്യോറൻ 2 വട്ടം പൊട്ടിയ കാരണം ഭയങ്കര വിഷമമായിരുന്നു. അത് കാരണം അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ യൂട്യൂബിൽ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ മോഡൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരും. അപ്പോൾ അത് ഞാൻ എന്നും കേട്ടിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഈ B2 എക്സാം പാസ്സാവാനായിട്ട് നമ്മൾ ഗ്രാമർ കുറച്ച് പഠിക്കണം. അതായത് B2 വരുന്ന കുറച്ച് ഗ്രാമറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അതിലത്തെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഗ്രാമറുകൾ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ കോൺജക്റ്റീവ് സ്വൈ, പിന്നെ കണക്ടോറൻ, പിന്നെ മോഡാൽ വെർബൻ, അതേപോലെ തന്നെ പ്രത്യരുത്വം, പിന്നെ പ്ലസ്ക്വം പെർഫെക്റ്റ്, അങ്ങനത്തെ കുറച്ച് ഗ്രാമറുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചായിരുന്നു. പിന്നെ ഞാനിനി ഈ ബുക്ക് കാണിച്ചല്ലോ, ഈ ബുക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഈ ബുക്ക് വാങ്ങിക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഈ ബുക്കിൽ എന്തൊക്കെയാണ് അവർ ടിപ്സ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതായത് ഓരോ ലെവലും, ഇപ്പോൾ ലേസൻ, ഹ്യോറൻ, പിന്നെ സ്പ്രാഹെ ബൗസ്റ്റൈൻ, അതേപോലെ നമ്മുടെ ഷ്രൈബൻ, പിന്നെ സ്പ്രെഹൻ. അപ്പോൾ ഇതിൽ ഈ 4 ലെവലിലും നമുക്ക് ജയിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ടിപ്സാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുമായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ പ്ലേ ബാക്ക് സ്പീഡ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടിട്ട് ഇരുന്ന് വീഡിയോ കാണാം. അപ്പോൾ B2 എക്സാമിൽ ഒന്നാമത്തെ ടൈല് ലേസൺ ടൈലിൽ 4 ടൈല് വരുന്നുണ്ട്. അപ്പോൾ ലേസണിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റും തന്നിട്ടുണ്ടായിരിക്കും, അതിന് ആർട്ടിക്കിളും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിന് മാച്ച് ആവണേ എന്നുള്ളതാണ് ലേസണിൽ നമ്മൾ ചെയ്യേണ്ട വരുന്നത്. അപ്പോൾ ലേസണിൽ ഈ ബുക്കിൽ പറയുന്ന പോലെ ടിപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം പറയുന്നത് ടെക്സ്റ്റ് വായിച്ചിട്ട് നമ്മൾ ഓരോ പാരഗ്രാഫും വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ അവർ പറയുന്ന മെയിൻ കണ്ടൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഭാഷയിൽ ചെറുതായിട്ട് ഒരു സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ മെയിൻ കണ്ടൻറ്റ് മാത്രം ആ പാരഗ്രാഫിനോട് ചേർന്ന് എഴുതിയിടാം. പിന്നെ അതിലത്തെ കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ അങ്ങനെ എല്ലാ പാരഗ്രാഫും വായിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ ആർട്ടിക്കിളും വായിച്ചിട്ട് ഈ കീവേഡ്സും ഈ മെയിൻ കണ്ടൻറ്റും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ ലേസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെയുള്ള വാക്കുകൾ 2 എണ്ണത്തിലും കാണാൻ പറ്റും എന്ന് വിചാരിച്ച് അത് രണ്ടും മാച്ച് ആവണം എന്നൊരു നിർബന്ധമില്ല. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ
ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ കണ്ട ഈ ഒരു വാക്ക് തന്നെ ആയിരിക്കണം എന്നില്ല ഇതിൽ അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കായിരിക്കാം ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുണ്ടായിരിക്കാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ ലേസൺ ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വട്ടേ നമ്മൾ വായിക്കേണ്ട ആവശ്യമുള്ളൂ. കുറേ നേരം വായിച്ച് അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. ആ ഒരു വട്ടം വായിക്കുമ്പോൾ തന്നെ നന്നായി ശ്രദ്ധിച്ച് നന്നായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കുക. എന്നിട്ട് വേണം നമ്മളത് മാർക്ക് ചെയ്തിടാനായിട്ടും നമ്മളതിൻ്റെ കണ്ടൻറ്റ് എഴുതിയിടാനായിട്ടും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലേസൺ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരെണ്ണം കിട്ടിയില്ല, അതായത് ഒരെണ്ണം മാച്ചായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കുറേ സമയം കളയാതെ അത് വിടുക. എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. ബാക്കിയുള്ളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറക്കാണ്ട് നമ്മൾ ഏതാണോ വിട്ടത് അത് വീണ്ടും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളത് ലേസൺ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ലേസണിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ടിപ്സ്. പിന്നെ അതിൽ രണ്ടാമത്തെ വരുന്നതാണ് ലേസൺ ഓൺ ഷ്രൈബൻ. ലേസൺ ഓൺ ഷ്രൈബനിൽ ആക്ച്വലി ഞങ്ങൾക്കൊരു മെയിലാണ്. ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയും. അപ്പോൾ അതിനെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചൊരു റിപ്ലൈ ആയിട്ടൊരു മെയിൽ അയക്കുക. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോമലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതായത് ഒരു കസ്റ്റമറിനെ റിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോമലായിട്ട് വേണം എഴുതാനായിട്ട്. അതേപോലെ തന്നെ B2 ലെവലിലുള്ള വേർഡ്സുകളും സെൻറ്റൻസുകളൊക്കെ ഗ്രാമറൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഒരു മെയിൽ തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തുപയോഗിക്കണം, പിന്നെ അതിൻ്റെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തൊക്കെ വാക്കുകൾ എങ്ങനത്തെ സെൻറ്റൻസുകൾ നമുക്ക് കുറച്ചും കൂടി B2 ലെവലിലുള്ള സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്, അതേപോലെ ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ നമുക്ക് എങ്ങനെ കുറച്ചും കൂടിയും ഫോമലായിട്ട് അവസാനിപ്പിക്കാം, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ കാണാപ്പാഠം പഠിച്ചിരുന്നു. സെൻറ്റൻസുകൾ മാത്രം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ ബെഞ്ചമിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ ഞാൻ കാണാപ്പാഠം പഠിച്ചിരുന്നു. അതങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ഇമെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ വരുന്നത് ഹ്യൂറനിൽ മെയിനായിട്ടും സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന്, അതായത് അവർ ഇൻട്രോ പറയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വായിച്ചിട്ട് നമ്മളതിൽ കീവേഡ്സ് മാർക്ക് ചെയ്തിടുക. എല്ലാതും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണ സമയത്ത് ആരാണ് പറയുന്നത്, മിത്താർ ബൈത്തറാണോ സംസാരിക്കുന്നത്, അതോ കുന്തനാണോ സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്ത് വേണ്ട എന്ന് പറഞ്ഞു, എന്ത് വേണം എന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഹ്യൂറനിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മൾ കേട്ടു എന്ന് വരാം. പക്ഷെ ആ കേൾക്കുമ്പോൾ ആ വാക്കുകൾക്ക് മുൻപിൽ അവർ അത് ഇല്ല, അതായത് അല്ലെങ്കിൽ അത് ഉണ്ട്, അങ്ങനെയാണോ, അതായത് വാക്ക് കേട്ടു എന്ന് വിചാരിച്ച് മാത്രം കൊണ്ട് അത് ടിക്കിടാതെ അതിന് മുൻപ് അവരെന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഹ്യൂറനിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുക. അത് തന്നെ കാര്യമുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇന്നും ഇതേപോലെ വെക്കാബുലറി കുറച്ചും കൂടി പഠിക്കുകയാണ്. പിന്നെ എന്നും ജർമ്മൻ കേട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂറൻ കുറച്ചുകൂടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് സ്പ്രാഹെ ബൗസ്റ്റൈനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൽ തന്നിരിക്കുന്ന വേർഡ്സുകൾ നമ്മൾ ആദ്യം വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഇതിലേത് വാക്കായിരിക്കും ഫില്ലായാൽ നന്നായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വാക്ക് അവിടെ നമ്മൾ ഒത്തു നോക്കുക. പിന്നെ ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ മിക്കതും വോ അങ്ങനത്തെ വേർഡായിരിക്കും വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോപ്സ് ആർട്സ് അല്ലെങ്കിൽ നേബൻസ് ആർട്സ് ഒക്കെ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മിക്കതും കണക്ടോറിനായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഒത്തു നോക്കുക. അതിന് നമ്മൾ കുറച്ച് ഗ്രാമർ പഠിച്ചിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, B2 ഗ്രാമർ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രാമർ, അതേപോലെ നമ്മുടെ ഔസ്പ്രാഹെ, പിന്നെ നമ്മുടെ വൊക്കാബുലറി. പിന്നെ അടുത്തത് വരുന്നത് ഷ്രൈബനിൽ ഞങ്ങൾക്ക് ഇവിടെ ഫോറംസ് ബൈത്രാഗായിരുന്നു വേണ്ടത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അതിനെ അഗെയിൻസ്റ്റായിട്ടും പിന്നെ അതിനെതിരായിട്ടും പിന്നെ അതല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും നമ്മൾ എഴുതണം. നെഗറ്റീവ്സും അതിൻ്റെ പോസിറ്റീവ്സും പിന്നെ എൻ്റെ ഒപ്പീനിയൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഷ്രൈബനിൽ എഴുതേണ്ട വന്നിരുന്നത്. അപ്പോൾ അതിനായാലും ഞാൻ കുറച്ച് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് സെൻറ്റൻസുകളൊക്കെ കാണാപ്പാഠം പഠിച്ചായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ബെഞ്ചമിൻ ദർ ഡോയ്ച്ച് ലെററിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് പഠിച്ചത്. ഇനി അടുത്തത് സ്പീക്കിങ്ങിൽ മെയിനായിട്ടും വരുന്നത് ഗ്രാമർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഔസ്പ്രാഹെ, പിന്നെ B2 ലെവലിലുള്ള വൊക്കാബുലറീസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് സ്പീക്കിങ്ങിൽ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മൊത്തം ബബ്ബയായി പോവും, തെറ്റായി പോവും. പിന്നെ ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകുന്നില്ല, പകരം ഉപദ്രവം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ സ്പീക്കിംഗ് ചെയ്യാം.
പിന്നെ നമ്മൾ സ്പീക്കിംഗ് ടൈമിൽ കുറേ ഫാൻറ്റസി, കുറേ ഐഡിയാസൊക്കെ നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളായിട്ട് തന്നെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് കുറേ ഐഡിയാസ് നമ്മൾ പറയണം. അപ്പോൾ അതിന് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ ഔസ്പ്രാഹെ കറക്റ്റ് ആവണം. ഔസ്പ്രാഹെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വായ തുറന്ന് സംസാരിക്കണം. ഇപ്പോൾ തെറ്റാവോ അല്ലെങ്കിൽ ഇവർ കളിയാക്കാവോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പതുക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റായിന്ന് വരില്ല. അപ്പോൾ ഇവരെയൊന്നും നമ്മൾ ഇനി കാണാൻ പോകുന്നില്ല എന്നുള്ള ബോധത്തിൽ നമ്മൾക്ക് ജയിക്കണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നന്നായി വായ തുറന്ന് നല്ല കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക. ഇത്തിരി ഗ്രാമർ തെറ്റിയാലും കുഴപ്പമില്ല, നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രാമറൊക്കെ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് നല്ല വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പീക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ് നമുക്ക് പാസ്സാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാതും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കുക. യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.